ദേശീയപാത 544 കുതിരാൻ തുരങ്കപാതയുടെ കവാടത്തിന് മുകളിലുണ്ടായ മണ്ണിടിച്ചിലിന്റെ പശ്ചാത്തലത്തിൽ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ വിദഗ്ധ സംഘം സ്ഥലത്ത് ശാസ്ത്രീയ പരിശോധന നടത്തി. സീനിയർ ജിയോളജിസ്റ്റുകളായ എ രമേഷ് കുമാർ, എസ് നിശാന്ത് എന്നിവരടങ്ങിയ സംഘമാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത്. ഹസാഡ് അനലിസ്റ്റ്, വനംവകുപ്പ് പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർ സംഘത്തോടൊപ്പമുണ്ടായിരുന്നു. തുരങ്കമുഖത്തെയും അതിനു മുകളിലുള്ള കുന്നിൻ ചെരുവിലെയും നിലവിലെ ചരിവ് സ്ഥിരത, മണ്ണ്, പാറ സ്വഭാവം, ജലനിർഗമന സൗകര്യങ്ങൾ, അപായ സാധ്യതകൾ എന്നിവ സംഘം വിലയിരുത്തി വിവരങ്ങൾ ശേഖരിച്ചു. സമഗ്രമായ പഠനത്തിനായി തുരങ്ക നിർമ്മാണ സമയത്ത് തയ്യാറാക്കിയ ഡിസൈൻ രേഖകൾ, DPR, ഭൗമ സാങ്കേതിക പഠന റിപ്പോർട്ടുകൾ എന്നിവ നൽകാൻ സംഘം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇവയും കൂടി പരിശോധിച്ച ശേഷം അപകട സാധ്യത ഇല്ലാതാക്കാനും പ്രദേശം സുരക്ഷിതമാക്കാനുമുള്ള നിർദ്ദേശങ്ങൾ GSI സർക്കാരിന് സമർപ്പിക്കും. ജിയോളജിസ്റ്റ്, ഹസാഡ് അനലിസ്റ്റ്, മണ്ണ് സംരക്ഷണ ഓഫീസർ, ഭൂജല വനം വകുപ്പുകൾ, കേരള വന ഗവേഷണ കേന്ദ്രം, തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങിയവയിൽ നിന്നുള്ള വിദഗ്ധരടങ്ങിയ സംഘവും സ്ഥലപരിശോധന നടത്തി ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് വ്യക്തമാക്കിയിരുന്നു. ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ, 1 ലക്ഷം രൂപ വീതം 100 പേർക്ക്. ബമ്പർ സമ്മാനമായി BMW കാർ, 30 കോടി രൂപയുടെ ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി. മൈജി ഓണം.